NH-744 നിർമ്മാണം സത്യത്തിൽ ഇപ്പോൾ ആരംഭിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് പിന്മാറി. ആദ്യം സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കൽ തുകയുടെ 25% കൊടുക്കാമെന്ന് സ്വമേധയാ സമ്മതിച്ചതാണ്. ആ ഒരു നിലപാടിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് പിൻവാങ്ങി. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഈ റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളുടെ GST ഒഴിവാക്കി കൊടുക്കുകയും അതുപോലെ പാറ പൊട്ടിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടുന്ന റോയൽറ്റി ഒഴിവാക്കണമെന്നുള്ള രണ്ട് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങളിന്മേൽ ഒരു പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഏതാണ്ട് 8 മാസം കഴിയും. നാളുവരെയായി സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അതിന് തീരുമാനമായിട്ടുണ്ടെങ്കിൽ പോലും അത് ഇനിയും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാതിരിക്കുന്നത് ഈ പാർലമെന്റ് ഇലക്ഷനുള്ള. നമസ്കാരം. NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. NK പ്രേമചന്ദ്രനെ അതിനുശേഷം സംഘിയായി ചിത്രീകരിച്ചവർ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായി. കാരണം അവരെ സംബന്ധിച്ച് നരേന്ദ്രമോദിയോടൊപ്പം ആര് സംസാരിച്ചാലും അവരൊക്കെ തന്നെ സംഘിയാണല്ലോ. നരേന്ദ്രമോദി ഒരു യഥാർത്ഥ ജനനായകനും രാജ്യത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന നേതാവുമായതുകൊണ്ട് തന്നെ മറ്റു പാർട്ടിക്കുള്ളിൽ പോലും അദ്ദേഹത്തിനോട് ആരാധന തോന്നുന്ന നേതാക്കളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസിലും CPM-ലുമുള്ള പല പ്രമുഖ നേതാക്കളും BJP-യിലേക്ക് ചേക്കേറുന്നത്. ഇപ്പോഴത്തെ പ്രേമചന്ദ്രൻ നടത്തിയ മറ്റൊരു തുറന്നു പറച്ചിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വെട്ടിലാക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. NH-744 നിർമ്മാണം സത്യത്തിൽ ഇപ്പോൾ ആരംഭിക്കേണ്ടതായിരുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് പിന്മാറി. ആദ്യം സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കൽ തുകയുടെ 25% കൊടുക്കാമെന്ന് സ്വമേധയാ സമ്മതിച്ചതാണ്. ആ ഒരു നിലപാടിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് പിൻവാങ്ങി. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഈ റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളുടെ GST ഒഴിവാക്കി കൊടുക്കുകയും അതുപോലെ പാറ പൊട്ടിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടുന്ന റോയൽറ്റി ഒഴിവാക്കണമെന്നുള്ള രണ്ട് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങളിന്മേൽ ഒരു പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഏതാണ്ട് 8 മാസം കഴിയും. നാളുവരെയായി സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അതിന് തീരുമാനമായിട്ടുണ്ടെങ്കിൽ പോലും അത് ഇനിയും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കാതിരിക്കുന്നത് ഈ പാർലമെന്റ് ഇലക്ഷനുള്ള. ദേശീയപാത വികസനത്തിനായി ആവശ്യമുള്ള കാര്യങ്ങൾ പോലും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന വലിയ വെളിപ്പെടുത്തലാണ് പ്രേമചന്ദ്രൻ MP ഇവിടെ നടത്തിയിരിക്കുന്നത്. കേരളം ഒരു രാജ്യമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതിയിരിക്കുന്നത്. അത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന പ്രസ്താവന പുറത്തു വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതുമാണ്. കേരളത്തിലെ പ്രബുദ്ധ ജനതയെ വിഡ്ഢിക്കോലം കെട്ടിക്കാൻ ഇനിയും ഇത്തരത്തിലുള്ള പല തള്ളുകളുമായി പിണറായി വിജയനും അണികളും എത്തും. എന്നിട്ടോ എല്ലാം കഴിഞ്ഞ് അവസാനം കേന്ദ്ര സർക്കാർ പണി പൂർത്തിയാകുമ്പോൾ അവിടെ ക്രെഡിറ്റ് അടിക്കാൻ യാതൊരു എളുപ്പമില്ലാതെ തങ്ങളുടെ വലിയ വലിയ കട്ടൗട്ടുകളും ഒക്കെ വച്ചെത്തുകയും ചെയ്യും. അതാണ് ഇരട്ടച്ചങ്കന്റെയും കൂട്ടരുടെയും പ്രത്യേകത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.